നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ബ്ലൂടിക്ക് ഇല്ലാതെ എങ്ങനെ മെസ്സേജുകൾ വായിച്ചെടുക്കുക എന്നുള്ളത് പല ആളുകളും ചോദിക്കാറുണ്ട്. നമുക്ക് ബ്ലൂടിക്ക് ഇല്ലാതെ മെസ്സേജ് വായിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റീഡ് റെസിപ്റ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ പ്രൈവസി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന റീഡ് റെസിപ്റ്റ്സ് എന്നുള്ള ഭാഗത്ത് ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ബ്ലൂടിക്ക് കാണിക്കില്ല. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ബ്ലൂടിക്ക് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾ അയക്കുന്ന സ്റ്റാറ്റസ്, നിങ്ങൾ വെക്കുന്ന സ്റ്റാറ്റസുകൾ ആരൊക്കെ കണ്ടു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു സ്റ്റാറ്റസ് വെച്ചാൽ അത് ആരൊക്കെ കണ്ടു എന്നറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കണ്ടു എന്ന് അവർക്കും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നം അതിനകത്തുണ്ട്. ബ്ലൂടിക്കിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് രണ്ടും നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ചെറിയ 1-2 ട്രിക്കുകളാണ്. അപ്പോൾ അതിങ്ങനെ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിനകത്ത് നിങ്ങളുടെ ഒക്കെ സെറ്റിങ്സിലുണ്ടാവും നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഹിസ്റ്ററി എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും താഴെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ വാട്സപ്പിലേക്ക് വന്ന മെസ്സേജുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് വന്നതും യൂട്യൂബിൽ വന്ന നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിനകത്ത് വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ മെസ്സേജുകളും ഇവിടെ കാണാൻ സാധിക്കും. ഓരോ മെസ്സേജിൻ്റെയും ഏറ്റവും അവസാനം താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ആരോ മാർക്ക് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മെസ്സേജുകൾ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ വായിച്ചു നോക്കാൻ സാധിക്കും. ഏതൊക്കെ രീതിയിലുള്ള മെസ്സേജാണ്, അത് ജിമെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ജിമെയിൽ മെസ്സേജ് എന്താണ്, ഏത് ആളാണ് അയച്ചതെന്നൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കണ്ടെത്താനും വാട്സപ്പ് ചാറ്റുകളാണെങ്കിൽ ഇവിടെ വെച്ച് വായിച്ച് നോക്കാനും നമുക്ക് സാധിക്കും. ഇത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ച് നിങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ അറിയാതെ ക്ലിയർ ചാറ്റ് അടിച്ച് പോകും. പിന്നെ നിങ്ങൾക്കത് ആ ക്ലിയർ ചാറ്റ് അടിച്ച നോട്ടിഫിക്കേഷൻ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഭാഗത്ത് വന്നാൽ നിങ്ങളുടെ ഹിസ്റ്ററി എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ ആരെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ വാട്സപ്പിലെ ചാറ്റ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് അയക്കുന്ന മെസ്സേജുകൾ ഇവിടെ വെച്ച് വായിച്ച് നോക്കാൻ സാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറുകളാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.